ഇന്ത്യയുമായി കൈകൊടുക്കാൻ യൂറോപ്യൻ യൂണിയൻ തയ്യാറെടുക്കുകയാണ്. ട്രംപിനുൾപ്പെടെ കരണത്തടി കിട്ടുന്ന നീക്കമാണിപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഒരു വാതിൽ കൊട്ടിയടച്ചാൽ അവിടെ 100 വാതിൽ തുറക്കപ്പെടുമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിപ്പോൾ യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയുമായി തന്നെ വലിയ രീതിയിലുള്ള വ്യാപാര കരാർ ഒപ്പിടാൻ ഒരുങ്ങുന്നത്. ഇന്ത്യയുമായി വ്യാപാര കരാർ ഒപ്പിടാൻ മിക്ക രാജ്യങ്ങളും ഇപ്പോൾ മത്സരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ട്രംപിന്റെ ടാരിഫ് ഭീഷണിക്ക് പിന്നാലെയാണ് ഇക്കാര്യങ്ങൾ വന്നിരിക്കുന്നത്. ഇത് ഇന്ത്യ എവിടെയും മുട്ടുമടക്കില്ല, അതുമാത്രമല്ല ഒന്നാമതായി തന്നെ നിലകൊള്ളുമെന്നതിന്റെ എടുത്തു കാണിക്കുന്ന മറ്റൊരു സൂചനയാണ് പുറത്തുവരുന്നത്. ഗ്രീൻലാൻഡ് വിഷയത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ പുതിയ തീരുവ പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ US വിപണിയിൽ കനത്ത നഷ്ടമുണ്ടായിരുന്നു. ഇതിൽ നിന്ന് തിരിച്ചു വരാൻ സൂചനകൾ അത് കഴിഞ്ഞെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം അവിടെ ആകട്ടെ വലിയ രീതിയിൽ നാസ്ഡാക്ക് 0.28% നഷ്ടത്തിലാണ് ഉണ്ടായിരിക്കുന്നത്. അതേപോലെ തന്നെ വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ അവിടെ വിലയിരുത്തുകയും ചെയ്തിരുന്നു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുമെന്ന് തന്നെയാണ് യൂറോപ്യൻ കമ്മീഷനായ വൈസ് പ്രസിഡന്റായ കാജ ഖലാസ് വ്യക്തമാക്കുന്നത്. ചൈന, റഷ്യ, US തുടങ്ങിയ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് അത് കുറയ്ക്കുവാനും കരാർ സഹായമാകുമെന്നും ഇവർ വ്യക്തമാക്കുന്നു. എല്ലാ കരാറുകളുടെയും മാതാവെന്ന വിശേഷണത്തോടെയാണ് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാർ ഇപ്പോൾ സാധ്യമാകുന്നത്. കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇനി തിങ്കളാഴ്ച നടക്കാനിരിക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യ അതിഥിയായി തന്നെ യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ സമവായത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ പോലും ജനുവരി 27 കരാർ ഒപ്പിടും എന്നതാണ് വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു കരാറാകട്ടെ 200 കോടി ആളുകളുടെ പുതിയ വിപണിയാണ് തുറക്കുന്നതെന്നും ഖലാസ് വ്യക്തമാക്കുന്നു. ലോക GDPയുടെ ആ ഒരു നിലയിൽ തന്നെയാണിത്. കരാർ നിക്ഷേപവും വളർച്ചയും കൂട്ടാൻ ഇത് സഹായകരമാകും. ഇരു രാജ്യങ്ങളിലെയും കമ്പനികൾക്ക് മികച്ച അവസരമാണ് നൽകുന്നത്. സ്വതന്ത്ര വ്യാപാരം, അതുപോലെ തന്നെ ഭീഷണിയായ സാഹചര്യത്തിൽ റഷ്യ, ചൈന, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് അത് കുറയ്ക്കുവാനും ഇതിലൂടെ സാധിക്കുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഇന്ത്യയുമായി വ്യാപാരത്തിന് പുറമെ തന്നെ പ്രതിരോധം, മാരിടൈം സുരക്ഷ, തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ മേഖലയിലും സഹകരണത്തിനുള്ള ഒരുക്കത്തിലാണ് യൂറോപ്യൻ യൂണിയൻ. അതേപോലെ തന്നെ ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഇക്കഴിഞ്ഞ വാരം ഒരുക്കിയത് വലിയൊരു രീതിയിലുള്ള ഒരു വൈബ്രന്റ് ആ ഒരു രീതിയിലേക്കാണ് എത്തിയത്. അതേപോലെ തന്നെ സെൻസെക്സും NFTയും ശരാശരി 2% വീതം ഇടിയുകയും നിക്ഷേപകരുടെ സംഭവത്തിൽ 16 ലക്ഷം രൂപയോളം കുറവ് വരികയും ചെയ്തതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു. കനത്ത വിൽപ്പന സമ്മർദ്ദത്തോടെയാണ് ആ ഒരു വാരത്തിന്റെ തുടക്കമെന്ന് പറയുന്നതും. അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു കരാറ് പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി തന്നെ ഇന്ത്യ വലിയൊരു ഉയരങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരു ചരിത്ര നിമിഷം പങ്കിടുകയും ചെയ്യും എന്നതാണ് ഫലത്തിൽ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.